മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഡൽഹി നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാനുള്ള നടപടികൾ തുടങ്ങി. നിയമസഭാ സമ്മേളനം ഉടൻ വിളിച്ചു ചേർക്കുമെന്ന് ഡൽഹി സ്പീക്കർ റാം നിവാസ് ഗോയൽ അറിയിച്ചിട്ടുണ്ട്. ഇതിനിടെ സിവിൽ ലൈൻസിലെ ഔദ്യോഗിക വസതി ഒഴിയാനുള്ള നടപടി കെജ്രിവാൾ തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ കെജ്രിവാൾ ഔദ്യോഗിക വസതി ഒഴിഞ്ഞേക്കുമെന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. ബി ബാലഗോപാലുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായിട്ട്. ബാലു, കെജ്രിവാളിന്റെ നീക്കങ്ങളൊക്കെയും വളരെ പെട്ടെന്നാണ് ത്വരിതഗതിയിലുള്ള നീക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഡൽഹിയിൽ സംഭവിക്കുന്നത് എന്ത് നാടകമാണ് എന്ന് ഒരുപക്ഷെ എല്ലാവരും ഒരുപോലെ കോൺഗ്രസും BJPയും ഒക്കെ സമാനമായിട്ടുള്ള ആരോപണം ആം ആദ്മി പാർട്ടിക്കെതിരെ ഉന്നയിക്കുന്ന സാഹചര്യം അതൊക്കെ സംഭവിക്കുകയാണ്. നിലവിലത്തെ ഓരോ നീക്കങ്ങൾ, അടുത്ത മൂവ്മെന്റ് എന്താണ്? അക്ഷയ, തീർച്ചയായും അക്ഷയ പറഞ്ഞതുപോലെ തന്നെ ഡൽഹിയിൽ നടക്കുന്ന നാടകങ്ങൾ എന്താണ് ഇത് സംബന്ധിച്ചൊരു കൃത്യത ആർക്കും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്നലെ രാത്രി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളുമായി നിയമസഭാ സ്പീക്കർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ സ്പീക്കർ ഈ നിയമസഭാ സമ്മേളനം ഉടൻ തന്നെ വിളിച്ചു ചേർക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ സെപ്റ്റംബറിൽ തന്നെ, അതായത് അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുവാനാണ് ഇപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. അതിനനുസരിച്ചുള്ള നടപടികളുമായി സർക്കാരും സ്പീക്കറും മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് സിവിൽ ലൈൻസിലെ ഔദ്യോഗിക വസതി ഒഴിയാനുള്ള നടപടികൾ അരവിന്ദ് കെജ്രിവാൾ ആരംഭിച്ചിരിക്കുന്നത്. അവിടെയും 2 ആഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹം ഈ സിവിൽ ലൈൻസിലെ ഔദ്യോഗിക വസതി ഒഴിയുമെന്നാണ് ലഭിക്കുന്ന വിവരം. കാരണം ഈ സിവിൽ ലൈൻസിലെ ഔദ്യോഗിക വസതി മോടി പിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ കുറച്ച് അഴിമതി ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ ഇനി അവിടേക്ക് താമസിക്കുന്നില്ല, അതായത് നിലവിൽ അവിടെ താമസിക്കുന്നില്ല എന്ന ഒരു നിലപാടിലാണ് കെജ്രിവാൾ എന്നാണ് ലഭിക്കുന്ന വിവരം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നവംബറിൽ നടത്തണമെന്നാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ ആവശ്യപ്പെട്ടത്. പക്ഷേ അതിനുള്ള സാധ്യത വിരളമാണ് എന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. കാരണം ഡൽഹിയിൽ ഈ വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അത് ജനുവരിയിൽ മാത്രമേ പൂർത്തിയാകുകയുള്ളൂ. ആ വോട്ടർ പട്ടിക പുതുക്കുന്ന നടപടികൾ പൂർത്തിയായതിനു ശേഷമേ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നാണ് ഈ നിയമവിദഗ്ധരും മറ്റും വ്യക്തമാക്കുന്നത്. അതായത് നവംബറിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാധ്യത വിരളമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ആം ആദ്മി പാർട്ടി ആവശ്യപ്പെടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയ ഇലക്ട്രൽ റോളിൻ്റെ അടിസ്ഥാനത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നതാണ്. ഏതായാലും ഇങ്ങനെ വളരെ സങ്കീർണമായ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിക്ക് ആം ആദ്മി പാർട്ടിയുടെ ഒരു വാർത്താ സമ്മേളനം ഡൽഹിയിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. പക്ഷേ അതിൽ ഈ കാര്യമായ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാഗത്ത് നിന്ന് അടുത്ത നീക്കം എന്താണ് എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. നാളെ മറ്റന്നാളോ ഈ പാർട്ടി MLA മാരുടെ യോഗം വിളിച്ചു ചേർക്കാനുള്ള സാധ്യതയുണ്ട്. അതിലായിരിക്കും ഒരുപക്ഷെ കെജ്രിവാൾ തൻ്റെ രാജി ഔദ്യോഗികമായി ഉള്ള തീരുമാനം, ആ യോഗത്തിന് ശേഷം ഈ രാജിക്കത്ത് കെജ്രിവാൾ കൈമാറാനാണ് സാധ്യത എന്നാണ് കരുതപ്പെടുന്നത്.